ഇന്ത്യയും ഖത്തറും തമ്മിൽ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ ഇന്ത്യ ആദ്യ പകുതിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് 37ാമത്തെ മിനിറ്റിൽ ഗോൾ നേടിയത് ലാലിൻസോല ചാങ്തയാണ്. അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം ഇതുവരെ ഇന്ത്യൻ നീലക്കടവുകൾ കാഴ്ചവെക്കുന്നുണ്ട്. ഖത്തറിന്റെ 2 മുന്നേറ്റ നിര താരങ്ങൾ ഇതിനോടകം യെല്ലോ കാർഡ് കണ്ട് ബുക്ക്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് ഖത്തറിന് ഒരു തിരിച്ചടിയാണ്. ഇപ്പം കിട്ടിയിരിക്കുന്ന ലീഡ് അടുത്ത 45 മിനിറ്റുകളിൽ കൂടി ഇന്ത്യക്ക് പൊസസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്ത്യ വേൾഡ് കപ്പിന്റെ 3rd റൗണ്ടിലേക്ക് ആരുടെയും സഹായമില്ലാതെ പലായനം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതായത് 45 മിനിറ്റ് കൂടി ഇന്ത്യൻ ഫുട്ബോൾ ടീം പിടിച്ചു നിന്നാൽ ചരിത്രം പിറക്കുകയാണ്. 45 മിനിറ്റ് അകലെ ചരിത്രമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കാത്തിരിക്കുന്നത്. ഇത് ഇഗോസ്റ്റി മാച്ചിന്റെ മികവായിട്ടൊന്നും ആരും കാണരുത്. ഖത്തർ അവരുടെ 2ാം നിര ടീമിനെ ഇറക്കിയതുകൊണ്ടാണ്. അത്യാവശ്യം നല്ല പ്രകടനം നമ്മുടെ പിള്ളേർ കാഴ്ചവെക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ജയ്ഗുപ്തയുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല പോരാട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടാകുന്നു. പിന്നെ ഖത്തറിന്റെ ഗോൾ ശ്രമങ്ങളെ തടഞ്ഞു നിർത്തുന്നതിന് മെഹ്താബ് വളരെയധികം എഫേർട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ താരങ്ങളെല്ലാം അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് പറയാൻ വന്നത്. 45 മിനിറ്റ് അകലെ ചരിത്രം ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കാത്തിരിക്കുകയാണ്. ആ 45 മിനിറ്റോടെ പിടിച്ചു നിൽക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.